പിന്നെ നിനക്ക് അത്യാവശ്യം വിവരവും ബോധവും പക്വതയും ഒക്കെ ഉള്ളൊരു പെണ്ണാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നീ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ലൈഫ് അത്ര സുഖകരമൊന്നുമല്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ചില ആളുകൾ വളരെ പളപളപ്പുള്ള ജീവിതം പോലെ, പട്ടുപോലത്തെ ജീവിതം പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ അവരുടെ ജീവിതം വളരെ മോശമായിരിക്കും, വളരെ ദുരിതമായിരിക്കും. അത് നമ്മൾ ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്നെ അത് പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് പലരും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയണ കാര്യമാണ്. അപ്പൊ കുറച്ചൊക്കെ സഹിക്കുക, കുറച്ചൊക്കെ എന്താ പറയാ, ക്ഷമിക്കാൻ പഠിക്കുക. ഏഹ് അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ അതിന് ഒരു മറുപടി പറയാ? ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ വേറൊന്നും പറയാൻ ഇപ്പൊ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യ്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ജീവിതം എങ്ങനെ അത് ഒരു ഇഴ പൊട്ടിപ്പോണ സമയത്ത് അത് പൊട്ടിപ്പോവാതെ എങ്ങനെ വീണ്ടും അതിനെ ബലപ്പെടുത്തി എടുക്കാന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമില്ല. ഇത് എനിക്ക് എൻ്റെ വീട്ടുകാരെ ബോധിപ്പിക്കണം. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ ഒരു സമാധാനത്തിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് അയാളുടെ വീട്ടുകാരെയും ബോധിപ്പിക്കണം. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഈ ലൈഫിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അയാൾക്ക് ഇങ്ങനെ പറക്കണം.